എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ ചാളക്കറിയാണ്. ഈ ഒരു ചാളക്കറി എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ് കേട്ടോ. പണ്ട് കാലത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഇതേ ഒരു രീതിയിലാണ് വീടുകളിൽ കറി തയ്യാറാക്കിയിരുന്നത്. അന്നൊക്കെയും മുഴുവൻ മുളക് കല്ലിൽ വെച്ച് അരച്ചെടുത്തിട്ടാണ് ഇതുപോലെ കറി തയ്യാറാക്കിയിരുന്നതും. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് മിക്സിയുടെ ജാറിലിട്ടാണ് മുളക് അരച്ചെടുത്തിട്ടുള്ളത്. പാചക രീതികൾ ഒട്ടും തന്നെ ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാദേറിയ ഈ ഒരു ചാളക്കറി ഇതുവരെയും ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചാളക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15 വറ്റൽ മുളകും 3 കാശ്മീരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുളകിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് മുളക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുവാണ്. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ പിഴുപുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ 100 ഗ്രാം കൊച്ചുള്ളിയും കറിവേപ്പിലയും 1 വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളക്, കറി വെക്കാൻ ആവശ്യമായ 1 കിലോ ചാളയും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചാള കഴുകിയെടുക്കുമ്പോൾ അതിന്റെ ബാഡ് സ്മെല്ല് പോയി കിട്ടുന്നതിനായിട്ട് കുറച്ച് മൈദപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കഴുകുവാണെങ്കിൽ ചാള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമാണ്. പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുളകിന്റെ ചൂട് ആറി വന്നു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മുളക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1 നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണം. ഇനി കറിക്ക് ആവശ്യമായ കല്ലുപ്പും നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള മുളക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുവാണ്. അരച്ചെടുത്ത മുളക് ചട്ടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി കൂട്ടി കുഴച്ചെടുക്കണം. ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് വാടി കിട്ടണം. അതുവരെയാണ് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതും. നമ്മുടെ കൈ ചൂടുകൊണ്ട് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മുളകിന്റെ കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിനായിട്ട് നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തിളച്ചു വരുന്ന കറിയെ ഒന്ന് തുറന്നു നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതും. മീൻ ചേർക്കുമ്പോൾ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്നും തിളച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ഇപ്പോഴും നമ്മുടെ മീൻ നല്ല പോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. കറിയിൽ ചേർത്തിട്ടുള്ള മീൻ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അധികം സമയമൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും. ഇതുപോലൊരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയത്തിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. പണ്ട് കാലങ്ങളിലെ ഇതേ രീതിയിൽ കറിയൊക്കെ തയ്യാറാക്കിയിരുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോള്, ഷുഗർ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എണ്ണ ഒരുപാട് നേരം തിളപ്പിച്ച് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും കൂടെ വരുന്നതും. വളരെ എളുപ്പത്തിൽ നമ്മുടെ കറിയുടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചാള മുളകരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു മീൻകറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യം തിരിച്ചറിഞ്ഞ എല്ലാവർക്കും ഈ ഒരു കറി ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.